ആരാ? ഞാനിവിടെ വിവാഹത്തിന് വന്നതാ. അതൊക്കെ മനസ്സിലായി. ഇയാൾ ആരാണെന്നാ ചോദിച്ചത്. ഇവിടെ വിവാഹം നടക്കുമ്പോ വിവാഹം കൂടാനല്ലേ എല്ലാരും വരുന്നത്. ഇയാൾ ആരെന്നാ ചോദിച്ചത്. അല്ല, ഞാനിവിടുത്തെ വർമ്മ സാറിന്റെ PA രാജുവിന്റെ അളിയനാ. അതെ, ഇത് എന്റെ അളിയനാ. അതേ കടത്തി വിടണം. ചെല്ല് ചെല്ല്. അളിയൻ പോ. കുടിക്കാൻ എന്തെങ്കിലും കൂൾ ഡ്രിങ്ക്സ് അങ്ങനെ വേണ്ടല്ലേ? ഞാൻ വീട്ടിൽ പോയിരുന്നു. അവളോട് ഒരു ഗ്ലാസ് ചായ കുടിച്ചു. ജ്യൂസ് ഒന്നും വേണ്ട. അളിയ, ഋതികാമ്മയുടെ വർമ്മ സാറ് വീട്ടിൽ വന്നിരുന്നില്ലേ? അതെ അളിയ, അവര് വന്നിരുന്നു. അവിടെ അച്ഛൻ്റെ രാധവയും പ്രിയൊക്കെ റെഡിയായി നിൽപ്പുണ്ട്. രമ്യ അവർക്ക് വണ്ടി റെഡിയാക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ട് എങ്ങോട്ടോ മുങ്ങി. അത് സാരമല്ല, പിന്നെ ഞാൻ വണ്ടി അറേഞ്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അളിയ, എനിക്ക് അളിയനോട് സംസാരിക്കണം. അളിയ, ഇവിടെ വെച്ച ആ ടോപ്പിക്കിനെ കുറിച്ച് ഒരു സംസാരം വേണ്ട. ആരെങ്കിലും കേട്ടാ പ്രശ്നമാവും. അളിയ, ഞാൻ ഇന്നലെ അളിയനോട് കുറച്ച് മോശമായി സംസാരിച്ചപ്പോ എനിക്കൊരു ഉൾക്കുത്തലായി. ഞാനതുകൊണ്ടാ നേരെ വിവാഹത്തിന് കൂടുതൽ മുമ്പേ അളിയനെ കൊണ്ട് സംസാരിക്കാൻ വേണ്ടി വന്നേ. ഞാൻ ഇന്നലെ അളിയനോട് ഋതിക മേഡത്തിന് വിഷമാവും ശാപവും എന്നൊക്കെ പറഞ്ഞപ്പോ അളിയന്റെ മനസ്സിൽ തട്ടിയിട്ടുണ്ടാക്കി. അളിയനോട് ക്ഷമിക്കണം. അളിയ, എന്താ അളിയത്? അളിയൻ പറഞ്ഞത് ശരിയാ. ഞാനത് ആലോചിച്ചു. ശരിക്കും ഈ വിവാഹം തീരുമാനിച്ചതിന് ശേഷം ദീപക് എന്നോട് സംസാരിച്ചിരുന്നു. അവൻ എന്താ എന്നോട് പറഞ്ഞെന്ന് അളിയൻ അറിയാമോ? എന്താ അളിയ? അവളുടെ കല്യാണം കഴിഞ്ഞാ എന്താ ഉണ്ടാൻ പോകുന്നറിയോ? ഞാൻ അവളെ എന്റെ കയ്യിലിട്ട് ഞെരിക്കും. ഞാൻ അളിയനോടൊരു കാര്യം പറയാം. അളിയന് വർമ്മ സാറിനോടുള്ള ബഹുമാന കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതുവാ. എന്നിരുന്നാലും അളിയ, നമ്മുടെ ഋതിക മേഡത്തെ എല്ലാം അറിഞ്ഞുകൊണ്ട് ആ ചെറ്റയുടെ കൈ പിടിച്ച് കൊടുത്ത അതോടെ ആ പാവത്തിന്റെ ജീവിതം നാശാവും അളിയ. അതുകൊണ്ട് അളിയ അളിയ, എനിക്ക് മനസ്സിലാവൂ എന്റെ അവസ്ഥ. അളിയൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ എങ്ങനെ വർമ്മ സാറിന് വിഷമുണ്ടാക്കുന്ന കാര്യം ചെയ്യും? അളിയ, വർമ്മ സാറിന് വിഷമാവൂന്ന് അളിയനോട് ആരാ പറഞ്ഞേ? ഇതൊക്കെ അളിയൻ വെറുതെ ചിന്തിച്ചു കൂട്ടുന്നല്ലേ. വർമ്മ സാർ അളിയനോട് ചോദിച്ചതല്ലേ മാഡത്തിന് വിവാഹം കഴിക്കാൻ പറ്റുമോന്ന്. അപ്പൊ അളിയൻ പറഞ്ഞു പറ്റില്ല. പിന്നെ വർമ്മ സാർ എന്ത് ചെയ്യും? അളിയ, എങ്ങനെയെങ്കിലും ഈ വിവാഹം നമുക്ക് മുടക്കണം അളിയ.